പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. 1964 അന്നത്തെ CPI പിളർന്നുണ്ടായ CPM അതിനുശേഷം എത്രയോ തവണ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഒരു തവണ വന്നാൽ അടുത്ത തവണ ഇല്ല, അടുത്ത തവണ വന്നാൽ അടുത്ത തവണ ഇല്ല എന്നുള്ളതായിരുന്നു ഒരു രീതിയെങ്കിലും 2016 മുതൽ 2 ടേം തുടർച്ചയായി CPM കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ CPMന് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. EMS മുതൽ CH കണാരൻ, AKG, VS അച്യുതാനന്ദൻ, EK നായനാർ മുതൽ ഒട്ടേറെ അധികായന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക്, ഒട്ടേറെ അധികായന്മാരായിട്ടുള്ള ജനകീയരായിട്ടുള്ള നേതാക്കന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. എന്നാൽ ആ പാർട്ടിയെ ഗ്രസിച്ച ഒരു അർബുദത്തിൽ നിന്ന് കേരളത്തിലെ CPM ഈ തെരഞ്ഞെടുപ്പോടുകൂടി വിമുക്തമാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംഘടനാ പാഠവുമുള്ള, താത്വികമായിട്ടുള്ള നല്ല അടിത്തറയുള്ള, കമ്മ്യൂണിസ്റ്റ് പ്രതിശാസ്ത്രവും രാഷ്ട്രീയവും മനഃപ്പാഠമാക്കിയ ഒട്ടേറെ നേതാക്കന്മാർ നയിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ 2000 മുതൽ കേരളത്തിലെ CPMനെ ബാധിച്ച ഒരു അർബുദത്തിൽ നിന്ന്, 2000 മുതൽ CPMനെ ബാധിച്ച ഒരു മാറാ രോഗത്തിൽ നിന്ന് CPM ഈ തെരഞ്ഞെടുപ്പോടുകൂടി വിമുക്തമാകും എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച, കേരളത്തിലെ CPMന്റെ തകർച്ച എന്നോട് ചോദിച്ചാൽ 1998 ആരംഭിച്ചു എന്ന് ഞാൻ പറയും. ആ 1998 പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവും. നമുക്ക് ഓർമ്മയുണ്ടാവും, ചടയൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞ വളരെ ജനകീയനായിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവ് നിർഭാഗ്യവശാൽ അന്ന് അർബുദ രോഗബാധിതനായി മരിച്ചതിനെ തുടർന്ന് അന്ന് CPMന്റെ അധികായനായിട്ടുള്ള നേതാവായിരുന്ന VS അച്യുതാനന്ദൻ കണ്ണൂർ പോയി കൈപിടിച്ച് കൊണ്ടുവന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കുടിയിരുത്തിയ ആ മനുഷ്യൻ ആണ് ഈ പാർട്ടിയുടെ പിന്നീട് ഈ പാർട്ടിയുടെ അന്ത്യ കൂതാശയ്ക്ക് കാർമ്മികത്വം വഹിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2008 അയാൾ കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി. പിന്നീട് എനിക്ക് തോന്നുന്നു 4 ടേമെങ്കിലും അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. 2005 നമുക്കറിയാം, VS അച്യുതാനന്ദനിൽ നിന്ന് എല്ലാ നിക്ഷിപ്ത താല്പര്യക്കാരുടെയും പിന്തുണയോടുകൂടി പാർട്ടി പിടിച്ചിട്ടാണ് ഈ പിണറായി വിജയൻ ഈ പാർട്ടിയെ തൻ്റെ ഉള്ളം കൈയിലോ അല്ലെങ്കിൽ തൻ്റെ ചവിട്ടടിയിലോ ഒതുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. 2005 മുതലാണ് അയാൾ ജൈത്രയാത്ര തുടങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2005 അല്ല, എനിക്ക് തോന്നുന്നത് 2000-ന്റെ തുടക്കം മുതൽ ഇയാൾ സംസ്ഥാന സെക്രട്ടറി ആയ സമയം മുതൽ തന്നെ ഈ പാർട്ടിയുടെ വളർച്ച മുകളിലേക്ക് എന്നുള്ളത് മാറി താഴോട്ടാണ് എന്നുള്ളത് നമ്മൾ കാണാൻ തുടങ്ങി. 2001-2006 കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള എല്ലാ ജനകീയ പോരാട്ടങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയ നേതാവായിരുന്നു പിണറായി വിജയൻ. 2001-2006 കാലഘട്ടത്തിൽ VS നടത്തിയിട്ടുള്ള എല്ലാ ജനകീയ സമരങ്ങളിലും നിക്ഷിപ്ത താല്പര്യക്കാർക്കും സ്വാർത്ഥ താല്പര്യക്കാർക്കും വേണ്ടി അണിനിരന്ന ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. 2006 നമുക്കറിയാം, ലാവ്ലിൻ കേസിൽ ഇയാൾ പ്രതിയായി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനം 375 കോടി രൂപയുടെ ലാവ്ലിൻ അഴിമതി കരാറിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം 2006 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, VK ബാലിയുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ഇയാളെ ഈ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് CBI അന്വേഷിക്കുകയും ഇയാൾ ലാവ്ലിൻ കേസിൽ 7ാം പ്രതിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ പ്രതിസ്ഥാനത്ത് 375 കോടി രൂപയുടെ അഴിമതി കേസിലെ 7ാം പ്രതിസ്ഥാനത്ത് തുടരവേ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്ന ഏക നേതാവ് ആണ് പിണറായി വിജയൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. 2007 മുതൽ 2013 വരെ അയാൾ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുമ്പോൾ തന്നെ അയാൾ ലാവ്ലിൻ കേസിലെ 7ാം പ്രതിയായിരുന്നു.
പിന്നെ 2013 അയാളെ പിന്നെ കേസിൽ നിന്ന് കുറ്റമുക്തനാക്കുന്നത്. അതിനുശേഷം 2016 അയാൾ മുഖ്യമന്ത്രിയായി. 2026 വരെ അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. നമ്മൾ ആ കാലഘട്ടം നമ്മളൊന്ന് എടുത്തു നോക്കിയ സുഹൃത്തുക്കളെ, CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സമഗ്രമായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണമായ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു 10-25 വർഷം. കൃത്യം പറഞ്ഞാൽ 1998 മുതൽ 2026 വരെ ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടിനടുത്ത് കാലഘട്ടം CPM എന്ന് പറഞ്ഞ ഈ കേരളത്തിലെ ഈ പാർട്ടിയെ വരിയുടച്ച് നിക്ഷിപ്ത താല്പര്യക്കാരുടെയും കോർപ്പറേറ്റ് മുതലാളികളുടെയും ഭൂമി കയ്യേറ്റക്കാരുടെയും സ്ത്രീ പീഡകരുടെയും ഒക്കെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നതിൽ കാർമ്മികത്വം വഹിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ എന്ന അർബുദത്തിൽ നിന്ന് കേരളത്തിലെ CPM എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പാർട്ടി വിമുക്തമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഏപ്രിൽ 9-ാം തീയതി വരുന്നത് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അണികൾക്കും ഒരു സംശയവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 1998 മുതൽ ഈ പാർട്ടിയെ തകർത്ത, 1998 മുതൽ ഈ പാർട്ടിയെ എല്ലാ നിക്ഷിപ്ത താല്പര്യക്കാരുടെയും ചവിട്ടടിയിലാക്കിയ, നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഒരു ദല്ലാളായി ഈ കേരളത്തിലെ പിന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള CPM-നെ മാറ്റിമറിച്ച പിണറായി വിജയൻ, ആ വിജയൻ പോകും എന്ന് ഞാൻ എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിജയൻ പോകും എന്നുള്ള ഒരു ലോഗോ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ കൊടുത്തു. ആ ലോഗോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ അന്തിമഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ ഘട്ടത്തിൽ വിജയൻ പോകും എന്നുള്ളത് മാറ്റിയിട്ട് വിജയൻ തീർന്നു എന്നാക്കി മാറ്റണം എന്ന് ഞാനിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയൻ പോകുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ വിജയൻ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. വിജയൻ്റെ യുഗം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച ഏതാണ്ട് പൂർണ്ണമാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോകാൻ പോകുന്നത് എന്ന് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഫേറ്റ് അക്കംപ്ലി ആയി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചിട്ട് ആർക്കും ഒരാശങ്കയുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പാർട്ടിയെ തകർക്കുന്നതിന് കാർമ്മികത്വം വഹിച്ച, ഈ പാർട്ടിയുടെ അന്ത്യകൂദാശയ്ക്ക് കാർമ്മികത്വം വഹിച്ച പിണറായിയിൽ നിന്നുള്ള വിജയൻ പോകും എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് വിജയൻ തീർന്നു എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം എനിക്ക് പറയാൻ കഴിയും എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സത്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി, 28 വർഷങ്ങൾ കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയേണ്ട, തേച്ചുമാച്ച് കളയേണ്ട 28 ഇരുണ്ട വർഷങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച, ആ ഇരുണ്ട വർഷങ്ങളിലേക്ക് CPM-നെ കൊണ്ടുചെന്ന് എറിഞ്ഞ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിൽ നിന്ന് CPM മുക്തമാകാൻ പോവുകയാണ്. ആ മുക്തമായതിനു ശേഷം പിന്നീട് CPM ഉണ്ടാകുമോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്യുമോ, അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാം, 1964 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആ CPM-ന്റെ അന്ത്യത്തിന് കാർമ്മികത്വം വഹിച്ചിട്ട്, അന്ത്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടാണ് ഈ പിണറായിയിൽ നിന്നുള്ള ഈ വിജയൻ നിഷ്കാസിതനാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. വിജയൻ പോകുമെന്നുള്ളത് അല്ല, വിജയൻ ഏതാണ്ട് തീർന്നിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഈ പാർട്ടിയെ എല്ലാ ജീർണതകളുടെയും ചെളിക്കുണ്ടിലേക്ക് എടുത്തെറിഞ്ഞ വിജയൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങൾ, MP ഗോവിന്ദൻ്റെ ഭാഷയിൽ തന്നെ ഏതാണ്ട് 5.5 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങളുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. MP ഗോവിന്ദൻ്റെ ഭാഷയിൽ തന്നെ ഏതാണ്ട് 2.5 ലക്ഷത്തോളം അനുഭാവി ഗ്രൂപ്പുകളുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. CITU എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർട്ടിയുടെ ട്രേഡ് യൂണിയനിൽ ഏതാണ്ട് 10-30 ലക്ഷം ആളുകളാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് അണികളുള്ള ഈ പാർട്ടി, ലക്ഷക്കണക്കിന് അണികൾ ചോര നീരാക്കി വളർത്തിയെടുത്ത ഈ പാർട്ടി, ഒട്ടനവധി അധികായന്മാരായിട്ടുള്ള ജനകീയരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നട്ടുവളർത്തി വലുതാക്കിയ ഈ പാർട്ടിയെ ഇല്ലാതാക്കിയത് ആര് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയെ ഭാവിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാവുകയുള്ളൂ. അത് പിണറായിയിൽ നിന്നുള്ള ഈ വിജയൻ എന്ന കഥാപാത്രമായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2026 തെരഞ്ഞെടുപ്പ്.
ആ തെരഞ്ഞെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് കഴിഞ്ഞ 28 വർഷക്കാലമായി CPM-നെ തകർത്തില്ലാതാക്കി ചവിട്ടി ഞെരിച്ച് ഇല്ലാതാക്കിയ, അല്ലെങ്കിൽ CPM-നെ ജീർണതയുടെ ചെളിക്കുണ്ടിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അധമ കഥാപാത്രത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമുക്തമാകാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകത ഉള്ളതായിരിക്കും. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പൊതുജനങ്ങളെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം അടക്കി ഭരിച്ച ഒരു ഏകാധിപതിയിൽ നിന്നുള്ള ഒരു മോചനം, ഒരു ലിബറേഷൻ അവർക്ക് സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ അധമ കഥാപാത്രത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും എല്ലാ അർത്ഥത്തിലും വിമുക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത.